AT20 കോടതി വിധിയും ക്രൈസ്തവ സമൂഹങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയുള്ള ജസ്റ്റിസ് JB കോശി കമ്മീഷനെ കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് സജീവമാണ്. എന്നാൽ ഈ വാർത്താ പ്രളയങ്ങൾക്കിടയിലും കേരള സമൂഹം മറക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. കേരളത്തിലെ ദളിത് ക്രൈസ്തവർ. കേരളത്തിലെ ദളിത് ക്രൈസ്തവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ നിലവിലുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക തലങ്ങളിൽ അവർ നേരിടുന്ന വിവേചനങ്ങൾ, ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ വേണ്ട വിധത്തിൽ ചർച്ചയാകപ്പെടുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട ചോദ്യമാണ്. കേരളത്തിലെ ദളിത് ക്രൈസ്തവർ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മാത്രം ബോധപൂർവമായ ഒരു മൗനം? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു സോഷ്യൽ ആക്ടിവിസ്റ്റായ റവറൻ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, അപ്പോളജിസ്റ്റ് ശ്രീ ജെയ്സൺ പാണ്ടനാടൻ, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ റിസർച്ച് സ്കോളറും എഴുത്തുകാരനുമായ ശ്രീ വിനിൽ പോൾ, അപ്പോളജിസ്റ്റ് ശ്രീ ബാലസുബ്രഹ്മണ്യൻ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജെയിംസ് പാണ്ടനാടൻ, ഞാൻ ഈ ചർച്ച അങ്ങയിൽ ആരംഭിക്കുകയാണ്. കേരളത്തിൽ എൻ്റെ ഒരു കണക്ക് പ്രകാരം, എനിക്ക് ലഭിച്ച അറിവ് പ്രകാരം 25 തൊട്ട് 30 ലക്ഷത്തോളം ദളിത് ക്രൈസ്തവർ ഈ നാട്ടിലുണ്ട്. എന്നിരുന്നാലും ഈ സമൂഹം നേരിടുന്ന വിവേചനങ്ങളോ അവർ നേരിടുന്ന പ്രശ്നങ്ങളോ ഒന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ വേണ്ട വിധത്തിൽ ചർച്ചയാകപ്പെടാതെ പോകുന്നുമുണ്ട്. ശരിക്കും ഏതൊരു അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ ദളിത് ക്രൈസ്തവ സമൂഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് അങ്ങയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് അങ്ങേക്ക് പറയുവാനുള്ളത്? കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദളിത് ക്രൈസ്തവരുടെ ജീവിത സാഹചര്യം വളരെ പരിതാപകരം. നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ജാതിയുടെയും മതത്തിന്റെയും ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് ആരാധനയും അക്ഷരവും വിദ്യാഭ്യാസവും അന്തസ്സും എല്ലാം നിഷേധിക്കപ്പെട്ട് സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയൊരു സമൂഹമാണ് കേരളത്തിലെ ദളിത് ക്രൈസ്തവർ എന്ന് പറയും. നമുക്കറിയാം, ഇന്ത്യയിലെ സവിശേഷമായ ജാതി വ്യവസ്ഥ ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന വളരെ പിന്തിരിപ്പൻ ജാതി വ്യവസ്ഥയുടെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമൂഹം. ഡോക്ടർ BR അംബേദ്കർ മതം മാറാനൊക്കെ ഉണ്ടായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. മനുഷ്യനായി പോലും ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. മനുഷ്യന്റെ ഡിഗ്നിറ്റി, അന്തസ് അംഗീകരിക്കപ്പെടുക. പാമ്പിനും പഴുതാരയ്ക്കും പോലും സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം. സമത്വ ദർശനം എന്ന നിലയിലാണ് ക്രൈസ്തവികതയുടെ വിമോചന ദർശനത്തെ സ്വീകരിക്കാൻ ഇന്ത്യയിലെ ദളിതുകൾ, കേരളത്തിലെ ദളിതുകൾ തയ്യാറായി. ക്രൈസ്തവ മാർഗത്തിലേക്ക് അവർ കടന്നു വന്നത് തുല്യനീതിയുടെ ഭാഗമായി. നിഷേധിക്കപ്പെട്ട സകല അവകാശങ്ങളും ലഭ്യമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ അയിത്തജാതിക്കാർ, ഇന്ത്യയിലെ ദളിതുകൾ, ആദിവാസി ഗോത്ര സമൂഹങ്ങളൊക്കെ ക്രൈസ്തവ മതം സ്വീകരിച്ചത്. എന്നാൽ ബാബാസാഹേബ് ഡോക്ടർ BR അംബേദ്കർ പോലും നിരീക്ഷിച്ച ഒരു വിഷയമുണ്ട്. മതം മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന ദളിതരാകട്ടെ, അവിടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറുന്നില്ല. ജാതിയും അവിടെ തൊഴിലും അതുപോലെ തന്നെ പരിവർത്തനം ചെയ്യപ്പെടുകയും, അതുകൊണ്ട് അവരുടെ സാമൂഹിക അവസ്ഥ മാറാത്തത് കൊണ്ട് ആ മതങ്ങളിലും അവരനുഭവിച്ച ഒട്ടനവധി പിന്നോക്കാവസ്ഥകളുണ്ട്. കാരണം സാമൂഹിക സാഹചര്യം മാറാത്തത്. സുപ്രീം കോടതി വിധികളും സമാനമായിട്ടുണ്ടായിട്ടുണ്ട്. കാരണം മതം മാറുകയും ജാതി മാറാതിരിക്കുകയും തൊഴിൽ, സാമ്പത്തിക അവസ്ഥകൾ മാറാതിരിക്കുകയും ചെയ്യുന്ന സവിശേഷ സാഹചര്യത്തിൽ മറ്റ് ദളിത് സമൂഹങ്ങളെ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള
പ്രതിസന്ധികളും ഇവർ അനുഭവിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ സാമൂഹ്യമായി വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി അവർക്ക് അവകാശങ്ങൾ ലഭിക്കണം എന്ന് പറഞ്ഞത്. സമുദായം എന്ന നിലയിൽ ഒരു പരിഗണനയും അവകാശം ലഭിക്കാത്ത സമൂഹമായി ഇന്നും ഈ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സാഹചര്യം. അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രജാസഭയിലടക്കം ബ്രിട്ടീഷ് പാർലമെന്റിൽ അയച്ച പ്രമേയങ്ങൾ അടക്കം പോരാട്ടങ്ങൾ ഇന്നും തുടരുകയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ബാലസുബ്രഹ്മണ്യൻ, നമ്മൾ ഈ പുരോഗമന കാലം അല്ലെങ്കിൽ ആധുനിക യുഗം എന്നൊക്കെ നമ്മളെ തന്നെ വിളിക്കുന്നത് അങ്ങനെയാണ്. എത്ര സമൂഹം പുരോഗമിച്ചു എങ്കിൽ പോലും ഈ ജാതി വേർതിരിവുകൾ, നിറങ്ങളുടെ പേരിലുള്ള വേർതിരിവുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ശ്രീ ജെയ്സൺ ഒക്കെ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കേരള ദളിത് സമൂഹം വലിയ രീതിയിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ട്. എങ്ങനെയാണ് അത് അങ്ങ് നോക്കിക്കാണുന്നത്? ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരുപാട് നന്മകളും വളർച്ചയും ഒക്കെ സാമൂഹ്യ പുരോഗതിയിൽ നേടിയിട്ടുണ്ടെന്നെങ്കിലും അതൊക്കെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ചരിത്രത്തിന്റെ പടവുകളിലും യാഥാർത്ഥ്യത്തിന്റെ ഇടപെടലുകളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഇന്നത്തെ ദളിത് കമ്മ്യൂണിറ്റിയെ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒഴിവാക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ അവരെ അവഗണിക്കുകയോ അവരെ എന്താ പറയുക അവരുടെ ആളത്വത്തെ കാര്യമായി ഗണിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വസ്തുത ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് തികച്ചും വസ്തുതയ്ക്ക് നിരക്കുന്നതാണ്. അത് ആരെല്ലാം നിഷേധിക്കാൻ ശ്രമിച്ചാലും ആരെല്ലാം തള്ളിക്കളയാൻ ശ്രമിച്ചാലും ഇടപാടുകളിൽ അത് അങ്ങനെയല്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശരി, അതിന് എല്ലാ രീതിശാസ്ത്രം നോക്കിയാലും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തീർച്ചയായും ഇപ്പോഴും വലിയ രീതിയിലുള്ള വേർതിരിവുകളിലൂടെ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം, അവരുടെ വേദനകളാണ് ഇവിടെ രണ്ടുപേരും പങ്കുവച്ചത്. ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, അങ്ങ് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പഠനങ്ങൾ നടത്തുകയും ഇത്തരത്തിലുള്ള ഒരു ഏകീകൃതമായ മുന്നേറ്റത്തിനൊക്കെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. ശരിക്കും കേരളത്തിലെ ദളിത് സമൂഹം കേരളത്തിലെ സർക്കാരുകളോടും പൊതുസമൂഹത്തോടും ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല, മുൻപ് നഷ്ടപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരം കൂടെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതിൽ ക്രൈസ്തവ സഭയുടെ ഭാഗത്തു നിന്ന് വീണ്ടും വിചാരം വരേണ്ടുന്നതും തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് 2ാമത്തെ ഘടകത്തിലേക്ക് വരാം. നമുക്കറിയാവുന്ന പോലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അടിമ കച്ചവടം നടത്തിയിരുന്നത് മനുഷ്യരെ ആയിരുന്നു. മനുഷ്യരെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്കും വ്യാപാരം ചെയ്യാനായിട്ട് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി അവിടെ അടിമവേല ചെയ്യിക്കാനായിട്ട്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതായിട്ടുള്ള ചില ആളുകളെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് അവർക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ആകർഷിക്കപ്പെട്ടവരും അടിമത്തത്തിൽ കഴിഞ്ഞായിട്ടുള്ള ജനതയും വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് ക്രൈസ്തവ സഭയുടെ ഭാഗമായി തീർന്നത്. നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ആരംഭ സമയം മുതൽ മിഷണർമാർ പഠിപ്പിക്കുകയും അവര് അതിനനുസൃതമായിട്ട് തന്നെ ഇവരോട് പെരുമാറുകയും ചെയ്തു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പുത്തേരി കുഞ്ഞമ്പു എഴുതിയായിട്ടുള്ള സരസ്വതി വിജയം എന്ന് പറയുന്ന മനോഹരമായ ഒരു നോവലുണ്ട്. എല്ലാവരും അത് വാങ്ങി വായിക്കണം. ചിന്ത പബ്ലിക്കേഷൻസ് ആണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പുത്തേരി കുഞ്ഞമ്പുവിന്റെ ആ പുസ്തകം ശരിക്കും അന്നത്തെ കാലത്ത് ഈ പറയുന്നതായിട്ടുള്ള ദളിത് സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എത്ര വലുതായിരുന്നു, അവർക്ക് പാട്ടുപാടാൻ പോലും അവകാശമില്ലായിരുന്നു എന്നുള്ളത് കൂടെ അദ്ദേഹം വളരെ വ്യക്തമാക്കി കൊണ്ടുവരുന്നു. അപ്പൊ അതിനൊരു വിമോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്. വളരെ പ്രതീക്ഷയോടുകൂടെ വന്നത്. പക്ഷേ ക്രിസ്തീയ സഭ എന്താ ചെയ്തത്? അവർക്ക് വേണ്ടി കൊച്ചു പള്ളികൾ പണിതു എന്നുള്ളതാണ് മാപ്പ് ഇറക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം. മാപ്പ് ഇറക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ അന്നത്തെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ദീക്ഷ സ്വീകരിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സ്വാമി ധർമ്മതീർത്ഥ മഹാജൻ എന്ന് പറയുന്നതായിട്ടുള്ള ആൾ. ആ മഹാരാജൻ അദ്ദേഹം ഒരു മേനോനായിരുന്നു. അദ്ദേഹം
ഈഴവ സമൂഹത്തിലേക്ക് SNDP-യിലേക്ക് പരിവർത്തനം ചെയ്ത് അതെ, താഴെ നമുക്ക് അതിലേക്ക് വരാം, ആവശ്യങ്ങളിലേക്ക് വരാം. ആവശ്യപ്പെടുന്നത് അല്ല, ഒരു കാര്യം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചിന്തനമാണ്. ഇവരെ മനുഷ്യരായി അംഗീകരിച്ചിരിക്കുന്ന ആ ലെവലിൽ ഇപ്പോൾ റിസർവേഷൻ ആണോ അവർക്ക് കൊടുക്കുന്നത്, അതോ പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് തന്നെ കൺസിഡർ ചെയ്യാനൊക്കെ ഉള്ളൊരു മാനസിക അവസ്ഥ മറ്റുള്ളവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് ക്രിസ്ത്യ സഭ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചോദ്യം വരേണ്ടത്. പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോഴും എന്തെങ്കിലും ഒരു നക്കാപ്പീച്ച കൊടുത്ത് ആ സമൂഹത്തെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല, അവരെ പൊതുജനങ്ങളോടൊപ്പം തന്നെ പാർക്കുവാൻ തൊക്കെയാണ്. കോളനിവൽക്കരണം അവസാനിപ്പിച്ചിട്ട് എല്ലാവരോടൊപ്പം താമസിക്കുവാനും എല്ലാവരോടൊപ്പം തൊഴിൽ ചെയ്യുവാനും എല്ലാവരോടൊപ്പം വിദ്യാഭ്യാസ രംഗങ്ങളിൽ വളർച്ച ഉണ്ടാകുവാനും തൊക്കെ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യണം. ഉദാഹരണത്തിന് IAS IPS രംഗങ്ങളിൽ ധാരാളം അവസരങ്ങൾ കൊടുക്കണം. ഭരണതലങ്ങളിൽ അവരെ മുൻപന്തിയിൽ നിർത്തണം. അവരാൽ ഭരിക്കപ്പെടണം മറ്റുള്ളവർ. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു യുഗം മുഴുവനും അവരെ മറ്റുള്ളവർ ഭരിച്ച് അവരുടെ ജീവിതത്തിന്റെ വേദനകളും തിക്തമായ അനുഭവങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ ജീവിക്കപ്പെട്ട ഒരു മനുഷ്യരാണ്, ഒരു കൂട്ടമാണ്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഏതെങ്കിലും ഒരു അപ്പകഷ്ണം കൊടുത്തല്ല അവരെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്, മറിച്ച് പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവരെ എത്തിക്കുക. വെറും വാചകം അടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോ മത നേതാക്കന്മാരോ ഉണ്ടെങ്കിൽ അവരെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ ഉള്ള ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാൽ ഭരിക്കപ്പെടുവാൻ തക്കവണ്ണം, അവരാൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള, അവരുടെ നേതൃത്വം അംഗീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനസാന്നിധ്യം ഉരുവാക്കാൻ സാധിക്കുമോ? യെസ്, കൃത്യമാണ്, വളരെ വ്യക്തമാണ് ആ പോയിന്റ്. ശ്രീ ജെയ്സ് പാണ്ഡ്യനാടൻ, ഇവിടെ നമ്മുടെ മുമ്പിൽ ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും നമ്മൾ പറയുന്ന ഒരു സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള കേസ്, ആ കേസിൻ്റെ ചില പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. വേണ്ട വിധത്തിൽ അത് ഒരു തീരുമാനത്തിലേക്ക് എത്താതെയും അത് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും നിയമത്തിൻ്റെ സാധ്യതകളൊക്കെ ദളിത് ക്രൈസ്തവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സാധ്യതകളൊക്കെ ഉപയോഗിച്ചിട്ടും ആ നീതിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് പോലും നീതി ലഭിക്കാതെ പോകുന്നില്ലേ? എന്താണ് അതിൻ്റെ ശരിക്കുമുള്ള വസ്തുത എന്താണ്? പ്രധാനമായും അതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന വിഷയം സ്റ്റേറ്റിന്റെ വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യപ്പെടുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വേറൊരാളുടെ ആനുകൂല്യങ്ങൾ വേണമെന്നല്ല അവകാശപ്പെടുന്നു. സ്റ്റേറ്റിന്റെ വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യപ്പെടണം. ഇതാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത്. 1950 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ് ദളിത് ക്രൈസ്തവര് സംവരണ പരിധി നിന്ന് പുറത്താക്കപ്പെടുന്നത്. അത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, ഇക്വാളിറ്റി ബിഫോർ ലോ, തുല്യതയാണ്, തുല്യമായ നീതിയാണ്. നിയമത്തിന് മുമ്പിൽ സമമായ സംരക്ഷണയും തുല്യതയും ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. കാസ്റ്റിന്റെ, റേസിന്റെ, ജെൻഡറിന്റെ, റിലിജിയൻ, ബർത്ത് ഓഫ് പ്ലേസ്, ജനന സ്ഥലം, ഇതിന്റെ പേരിൽ സ്റ്റേറ്റ് വിവേചനം കാണിക്കാൻ പാടില്ല. സ്റ്റേറ്റ് ആ രാഷ്ട്രത്തിനകത്തെ, ഭൂപ്രദേശത്തിനകത്തെ ആളുകളോട് വിവേചനം കാണിക്കാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. 15. 25-ാമത്തത് ഫ്രീഡമാണ്, റിലിജിയനുമായി ബന്ധപ്പെട്ട് മതസ്വാതന്ത്ര്യമാണ്. ഇത് നിലനിൽക്കുന്ന രാജ്യത്ത് 1950 പ്രസിഡൻഷ്യൽ ഓർഡർ, ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പ്രസിഡന്റ്. ആ പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ് അത് പുറത്തായത്. അതിനെതിരെ കാര്യമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടായില്ലേ ആ സമയത്ത്? തീർച്ചയായിട്ടും ഉണ്ടായി. അത് പിന്നെ 1956 അത് സിഖുകാർക്ക് കിട്ടി, 90 നിയോ ബുദ്ധിസ്റ്റുകൾക്ക് കിട്ടി, ഈ സംവരണം കിട്ടി. അതിനുശേഷമാണ് ശക്തമായ ഒരു പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2004 രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി UPA സർക്കാർ ഒരു രംഗനാഥ മിശ്ര കമ്മീഷനെ തന്നെ ചുമതലപ്പെടുത്തുകയാണ്. ഇപ്പൊ ഒരു കമ്മീഷനെ വെച്ച പോലെ തന്നെ സച്ചാർ കമ്മീഷനെ പോലെ. നമ്മൾ ഈ സച്ചാർ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സമയത്തൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കമ്മീഷൻ അല്ലേ? അതെ, സച്ചാർ കമ്മീഷൻ നടപ്പിലാക്കി, അല്ലെങ്കിൽ പാരോഡി കമ്മീഷൻ നടപ്പിലാക്കി. പല കമ്മീഷനുകൾ നമുക്കറിയാം, കുമാരപിള്ള കമ്മീഷൻ, നരേന്ദ്ര കമ്മീഷൻ, ഒത്തിരി കമ്മീഷനുകളുണ്ട്. ഇതുവരെയായിട്ടും ഈ രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല. അത് ആദ്യമായി പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പട്ടികജാതിക്കാർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദളിത് ക്രൈസ്തവർക്ക് കൊടുക്കണം തന്നെയാണ് പറയുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്.
പക്ഷെ അത് ഇന്നും പൊടി പിടിച്ച് കിടക്കുകയാണ്. ആ റിപ്പോർട്ടിൽ നടപടി എടുക്കേണ്ടിയിരുന്നത് അന്നത്തെ കേന്ദ്ര സർക്കാരായിരുന്നു. പക്ഷേ ആ സർക്കാരും പിന്നീടുള്ള സർക്കാരും ആ വിഷയത്തിൽ വേണ്ടത്ര ഒരു പരിഗണനയും നൽകിയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ റിപ്പോർട്ട് ഇപ്പോഴും നിലവിലുണ്ട് അല്ലേ? അത് ഭരണകൂടത്തിന്റെ ഒരു സവർണ അജണ്ടയാണ്. അത് ഭരണകൂടത്തിന്റെ ഒരു സവർണ ബ്രാഹ്മണിക്കൽ അജണ്ടയാണ്. അതിന് പിന്നിൽ ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുത്താൽ ഉണ്ടാകുന്ന കൺവേർഷനുമായി ബന്ധപ്പെട്ട അവർ പറയുന്ന തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവത്തിലെ ഒട്ടനവധി ആളുകൾ ഐത്യജാതിക്കാർ മതം മാറുമെന്നും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഹൈന്ദവ മതം ന്യൂനപക്ഷ മതമായി മാറുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രചാരവേല ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന് മുന്നിൽ ഒരു സവർണ ബ്രാഹ്മണിക്കൽ അജണ്ടയുണ്ട്. സമാന്തരമായിട്ടാണ് സുപ്രീം കോടതിയിൽ കേസ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സബ് ജുഡീസ് ആണ്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന ഒരു വിഷയമാണ്. കേസ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു വിധിയിലേക്കൊക്കെ എത്തേണ്ട സമയമായിട്ടുണ്ടോ? അതിന്റെ സമയം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം സുപ്രീം കോടതിയിൽ ഇത് തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണ്. എത്രയോ കേസുകൾ സമീപകാലത്ത് സുപ്രീം കോടതി വലിയ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു. പഴയ പല കേസുകൾ മുത്തലാഖ് എടുത്തില്ലേ, അയോധ്യയുമായി ബന്ധപ്പെട്ടെടുത്തില്ലേ, ശബരിമല കേസുമായി ബന്ധപ്പെട്ടെടുത്തില്ലേ, പല വിഷയങ്ങളിൽ വേഗത്തിലാണല്ലോ തീരുമാനങ്ങൾ എടുത്തത്. അതുകൊണ്ട് ഈ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കണം. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കണം. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ, റെക്കമെൻഡേഷനുകൾ JB കമ്മീഷൻ കൂടി പരിഗണിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതായത് JB കോശി കമ്മീഷന്റെ പഠനം നടക്കുന്ന സമയത്ത് ആ ഒരു ഡേറ്റ ഒരു വലിയ പഠന വിഷയമായിട്ട് തന്നെ JB കോശി കമ്മീഷൻ അത് പഠിക്കണമെന്ന് തന്നെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അവിടെ നിന്ന് വന്നത്. ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, ഈ ഒരു ദളിത് ക്രൈസ്തവർ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ദളിത് ക്രൈസ്തവ സമൂഹത്തിന് സംവരണം നൽകുക എന്നത്. പക്ഷേ ഈ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ എപ്പോൾ ചർച്ച ചെയ്താലും അത് വലിയ രാഷ്ട്രീയ ചർച്ചകളായി മാറുകയും വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുമുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംവരണത്തിൻ്റെ തോത് അതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി പ്രതിസന്ധിയായിട്ടൊക്കെ എല്ലാ കാലത്ത് നിൽക്കുന്നുമുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ സർക്കാരിന് ഈ സംവരണം നടപ്പാക്കുക ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് കൂടിയായി മാറില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ദളിത് ക്രൈസ്തവരുടെ ജനസംഖ്യ അടിയന്തരമായിട്ടൊന്ന് നിർണ്ണയിക്കണം. ഇതുവരെ അങ്ങനെ ഒരു ജനസംഖ്യ കണക്കെടുത്തിട്ടില്ല. എത്ര പേരുണ്ട്, എങ്ങനെയാണ് അവരുടെ അവസ്ഥകൾ എന്നുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല. ഇവിടെ മറ്റു പലരും അതിനെക്കുറിച്ച് സൂചിപ്പിക്കണ്ടേ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സർക്കാർ തലത്തില് ഇവരുടെ കൃത്യമായ ഒരു കണക്കില്ലെങ്കിൽ പോലും 2015 ബഡ്ജറ്റിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ദളിത് സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു 20 ലക്ഷം രൂപ നീക്കി വെച്ചിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞത് ഏകദേശം 20 ലക്ഷം ജനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് 20 ലക്ഷം ദളിത് ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണത് വെച്ചിരിക്കുന്നത്. ഒരു നിഗമനമാണ്. പക്ഷെ നമുക്കറിയാവുന്ന പോലെ ദളിത് ക്രൈസ്തവർ അതിനേക്കാൾ എത്രയോ ഇരട്ടി ഉണ്ടെന്നുള്ളത് വളരെ കറക്റ്റാണ്. അപ്പൊ ശരിയായ ഒരു പഠനം നടത്തണം. മാത്രമല്ല അവരിപ്പോഴും പലരും നേരത്തെ ഓർപ്പിച്ച പോലെ കോളനിവൽക്കരണത്തിലാണ് കഴിയുന്നത്. കോളനികളിൽ ലക്ഷം വീടുകളിലാണ് കഴിയുന്നത്. അപ്പൊ അവരുടെ പിന്നോക്ക അവസ്ഥകൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ ഒരു 50 വർഷത്തെ പഠനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തലമുറ എങ്ങനെയാണോ മുൻപ് കഴിഞ്ഞത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ തലമുറയും കഴിഞ്ഞു പോരുന്നത്. അപ്പൊ അതിനൊരു ശാശ്വതമായ പരിഹാരം എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളത് വളരെ കൃത്യമായിട്ടൊരു പഠനം നടത്തണം. രണ്ടാമതായിട്ട് ദളിത് ക്രൈസ്തവരുടെ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്ക അവസ്ഥ മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു കമ്മീഷനെ തന്നെ നിയോഗിക്കണം. ഇപ്പൊ JB കോശി കമ്മീഷനൊക്കെ പൊതുവായിട്ട് ക്രൈസ്തവരുടെ കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ്. അത് പോരാ. അതിനേക്കാളും അപ്പുറമായിട്ട് ഈ ഒരു സമൂഹത്തിന്റെ എല്ലാ സമഗ്രമായ സയന്റിഫിക് ആയിട്ടുള്ള പഠനം നടത്തുകയും അത് ദീർഘിപ്പിക്കാതെ കാലങ്ങളെടുത്ത് ഇങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല, അത് എത്രയും വേഗത്തിൽ പഠിക്കുകയും എത്രയും വേഗത്തിൽ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. മൂന്നാമത്, ദളിത് ക്രൈസ്തവർ എന്നത് ഒരു പ്രത്യേക വിഭാഗമായിട്ട് സഭയും സമൂഹവും കാണണം എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ലത്തീൻ സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതേപോലെ തന്നെ ദളിത് ക്രൈസ്തവരെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് സമൂഹമായിട്ട് കാണുമ്പോൾ മാത്രമേ അവരുടെ കാലാകാലങ്ങളിലുള്ള അവരോടുള്ള അനീതിക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അവർക്ക് കിട്ടേണ്ടുന്ന ന്യായമായ എല്ലാ ആനുകൂല്യങ്ങളല്ല, അവകാശങ്ങൾ അത് ലഭ്യമാക്കുക എന്നുള്ളതാണ്
നമ്മുടെ ഒരു ഡിമാൻഡ്. അതായത് ഇവിടെ സംവരണം ഒരു എല്ലാ കാലത്തും വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം കൂടി മാറാറുണ്ട്. സർക്കാരിൻ്റെ സംവരണ തോതൊക്കെ എല്ലായ്പ്പോഴും അത് വലിയ ചർച്ചകളായി മാറുകയും സർക്കാരിൻ്റെ പരിമിതികൾ പലവട്ടം അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കേരളത്തിലെ ദളിത് ക്രൈസ്തവരും ഇപ്രകാരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ സർക്കാരിനും ഒരു പ്രതിസന്ധിയാകില്ലേ ഒരു തീരുമാനമെടുക്കാൻ, നയപരമായ തീരുമാനമെടുക്കാൻ? ഫാദർ ജോൺസൺ. അതിന് പ്രതിസന്ധിയുടെ ആവശ്യമില്ല. കാരണം തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇത്രയും പിന്നോക്കം ഇല്ലാത്ത ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം. അവരെ നമ്മൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, 12% സംവരണം വാങ്ങിക്കുന്നവരാണ് അവർ. ഈ ദളിത് വിഭാഗത്തിനുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എവിടുന്ന് വന്നതാ? അവരുടെ വിത്തിൻ പ്രോബ്ലംസ് അല്ല, അവരുടെ ഉള്ളിൽ നിന്ന് ഒന്നല്ല. അവർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഉച്ചത്തിൽ സംസാരിക്കാനുള്ള അവകാശമില്ലായിരുന്നു, കടയിൽ പോയി ഉപ്പ് ചോദിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ വിധത്തിലും മറ്റുള്ളവരാൽ പിന്തള്ളപ്പെട്ടവരും മറ്റുള്ളവരാൽ ഹനിക്കപ്പെട്ടവരുമാണ്. അവർ സ്വയമേ പിന്നോക്കത്തിൽ പോയതല്ല, അവരെ പിന്നോക്കത്തിലേക്ക് അയച്ചതാണ്. അവർക്കിവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്വാധീനങ്ങളും അതിനെക്കുറിച്ചുള്ള ഡോക്ടർ പി കലാനാഥന്റെ ഒരു മനോഹരമായ പുസ്തകമുണ്ട്, സാധ്യമാണെങ്കിൽ അതൊന്ന് വായിക്കുന്ന നല്ലതാ, പോരാട്ടത്തിന്റെ ചരിത്ര പാഠങ്ങൾ എന്നും പറഞ്ഞിട്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന പാണരൊക്കെ നല്ല പാട്ടുകാരായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ എല്ലാം തന്നെ പാടരുത് എന്നുള്ള നിബന്ധനയിലേക്ക് കൊണ്ടുവന്നു, പഠിക്കരുത് എന്നുള്ള നിബന്ധനയിലേക്ക് കൊണ്ടുവന്നു, ഉച്ചരിക്കരുത് എന്നുള്ള നിബന്ധനയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ചവിട്ടി മെതിക്കപ്പെട്ട അവർക്ക് ആണോ സംവരണം കൊടുക്കേണ്ടത്? അതോ സ്വന്തം മതം പറയുകയാണ് നിങ്ങൾ പഠിക്കുന്നത് തെറ്റാണ്, നിങ്ങളുടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ കൂടുതലുള്ള സ്ത്രീകൾക്ക് അരസാക്ഷികളുടെ ഉള്ളൂ വിലയുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് സ്വന്തം സമൂഹത്തെ കീഴ്പ്പെടുത്തിയിട്ട് അവർക്ക് അവകാശങ്ങൾ വേണമെന്ന് ഇപ്പോൾ മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടത് മറ്റുള്ളവരോട് ഗ്രാബ് ചെയ്യുന്നതാണോ നീതി? അതായത് നിലവിൽ ഇതിനൊരു സർക്കാരിനെ സംബന്ധിച്ചോളം നിലവിലുള്ള സാഹചര്യങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് സാധ്യമാണ് എന്ന് തന്നെയാണ്. സാധ്യമാണ്, തീർച്ചയായിട്ടും. ആ 12% ദളിത് ക്രൈസ്തവരെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, കാരണം സച്ചാർ കമ്മീഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുസ്ലിം സമൂഹത്തില് പ്രധാനമായിട്ട് 2 സമൂഹത്തിന് മാത്രമേ പിന്നോക്കാവസ്ഥയുള്ളൂ. അതൊന്ന് ഒസാന്മാരും മറ്റൊന്ന് മുക്കോ സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നവരും. ബാക്കി 3 പേര്, അതായത് തങ്ങന്മാരും അതേപോലെ അറബികളും മലബാറികളും, ഈ 3 ഗ്രൂപ്പും ഉയർന്നവരാണ്. അവർക്ക് എന്തിനാണ് ഈ 12% സംവരണം? അവരുടെ സ്ത്രീകളെ പഠിപ്പിക്കാൻ പാടില്ല എന്നും ചോക്ക് കൊണ്ട് അറബി എഴുതിയാൽ മായ്ക്കുന്ന സമയത്ത് അറബി അക്ഷരം താഴെ പോയി കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് CN അഹമ്മദ് മൗലവിയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ അവര് സ്വയമേ തന്നെ പിന്നോക്കാവസ്ഥയിൽ പോയി. പക്ഷേ ഡോക്ടർ ജോൺസൺ, നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം. 80-20 വിധി വന്നപ്പോൾ പോലും അതിലെ നീതി ആരുടെ പക്ഷത്താണെന്നുള്ള ചോദ്യമല്ല കേരളത്തിലെ രാഷ്ട്രീയക്കാർ ചോദിച്ചത്, കിട്ടുന്നവർക്ക് കുറയരുതെന്നുള്ള നിലപാടെടുത്തത്. ആ നിലപാടുമൊക്കെ ഉള്ള സമയത്ത് താങ്കളുടെ അഭിപ്രായമൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ തിരിച്ചു വരാം. ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ, അതിനെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോഴാണല്ലോ ആളുകൾ ചിന്തിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പേടിയായത് കൊണ്ടാണ് പലരും സംസാരിക്കാതിരിക്കുന്നത്. എന്തോ ഇതൊരു വലിയ ഭീകരമായ കാര്യമാണ്, എന്തൊക്കെ നടക്കും, ഇതിനെക്കുറിച്ച് ഒരു പൊതു ചർച്ച വരട്ടെ. ചർച്ച വന്നു കഴിഞ്ഞിട്ട് അതിനകത്തെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നീതിപൂർവ്വം കാര്യങ്ങൾ എടുക്കണം. അതിനാണ് തന്റെ ഇടമുള്ള സർക്കാർ ഉണ്ടാകേണ്ടത്. സർക്കാരിന്റെ ഇരട്ടച്ചങ്ക അവിടെയാണ് വെളിപ്പെടുത്തേണ്ടത്. ഓക്കെ, കൃത്യം. ശ്രീ ബാലസുബ്രഹ്മണ്യം, ഇവിടെ ധാരാളം ആവശ്യങ്ങൾ കേരളത്തിൽ ദളിത് ക്രൈസ്തവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ തന്നെ 100% നീതിയാണ്, വസ്തുതയാണ്, വാസ്തവമാണ്. അതിലൊരു എതിർപ്പും എനിക്കില്ല. പക്ഷേ ദളിത് ക്രൈസ്തവർ തന്നെ പല സെഗ്മെന്റൈസായി മാറുകയും പല വിഭാഗങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല തട്ടിൽ പല ഇടങ്ങളിൽ നിൽക്കുന്ന ഈ സമൂഹങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ വരികയും ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് സംസാരിക്കുകയും ആ ഒരു ആർജവത്തോടെ സർക്കാരിൻ്റെ ഇടയിൽ ഒന്നിച്ച് ഐക്യത്തോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്താൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള നീക്കം ഈ സമൂഹങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് ഇവിടെ രാഷ്ട്രീയപരമായി അവർ ഉപയോഗിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ദളിത് സമൂഹങ്ങളെ സാധാരണയായി രാഷ്ട്രീയക്കാർ ഉപയോഗിക്കാറുള്ളത്. നമുക്കറിയാം, ഇന്ന് ഏതൊരു സമൂഹവും തങ്ങളുടെ ശക്തി കാണിക്കുന്നതിനും പ്രകടനങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഈ സമൂഹത്തെ ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരുടെ നേതൃത്വത്തിലേക്കോ ഇവരുടെ ഉന്നമനത്തിലേക്കോ ഒരു സാഹോദര്യ നിലപാടോടുകൂടെ അടുത്തു വരാനായിട്ട് മറ്റ് പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്.
കേരള ചരിത്രത്തില് അല്പമെങ്കിലും ഈ ദളിത് സമൂഹങ്ങളെ മനുഷ്യരായി കാണുകയും അവരെ മനുഷ്യത്വത്തിലേക്ക് വളർത്തുകയും ചെയ്തിട്ടുള്ള ക്രൈസ്തവ മിഷണറിമാരാണ്. ആ ക്രൈസ്തവ മിഷണറിമാര് കൊടുത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ ആ സാഹോദര്യവും സ്നേഹവും ഇന്നത്തെ ക്രൈസ്തവ സമൂഹം തന്നെ അവർക്ക് വേണ്ട തരത്തിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അവരെ ആ തരത്തിൽ സാഹോദര്യ മനസ്സിൽ ഉൾക്കൊള്ളാനായിട്ട് ഈ കേരളത്തിന്റെ ജീർണിച്ച പഴയ മനസ്സ് അനുവദിക്കുന്നില്ല. അതെല്ലാം ഞാൻ പറയാം, അതെല്ലാം വസ്തുതയാണ്, അതിലൊന്നും തർക്കമില്ല. ഞാൻ പറഞ്ഞത് ഈ ദളിത് ക്രൈസ്തവർക്ക് എല്ലാവർക്കും ഒരു ഐക്യം ഉണ്ടായി ഒരു വേദിയിൽ അവർ ഒരുമിച്ച് ഈ ആവശ്യങ്ങൾ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തിയാൽ ഈ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാകാതിരിക്കുമോ? അല്ല, അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ ആ ഒരു നിലയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ അവർക്കൊരു നേതൃത്വം കൊടുക്കാനുള്ള ഒരു നേതാവിനെ ഉൾപ്പെടുത്താനൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഇവർ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഇവർ കൂടി വരുമ്പോൾ തന്നെ ഇവരെ ശിഥിലീകരിക്കാനും ഇവരെ തള്ളിക്കളയാനും ഇവരെ ചവിട്ടിത്താഴ്ത്തുന്നതിനും ഇല്ലെങ്കിൽ ഒരു പടി കൂടെ കടന്ന് നാളെ ഇവർ നമ്മളോട് കൂടെ ഇരിക്കുമോ എന്നുള്ള ചിന്ത കൊണ്ട് മനുഷ്യർ ഇവരോട് ഇടപെടുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പലതരത്തിൽ അവർ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് കേരളത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശരി, ശ്രീ ജെയ്സ് പാണ്ഡ്യനാണ്. ഞാൻ പറഞ്ഞ ഈ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം അത് സാധ്യമല്ലേ, സാധ്യമാകില്ലേ? അതോ അത്തരത്തിലുള്ള മുന്നേറ്റം നിലവിൽ ഉണ്ടോ? എന്താണ്? ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം സാധ്യമാണ്, മുന്നേറ്റമുണ്ട്. നമുക്കറിയാം, പാമ്പാടി ജോൺ ജോസഫ് ആണ് ശക്തമായി പ്രജാസഭയിൽ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചത്. ക്രൈസ്തവ വിഷയങ്ങളുണ്ട്. പിന്നെ പാറടി ഐസക്, ശരതൻ സോളമൻ, ഇവരൊക്കെ പ്രജാസഭയിൽ ശക്തമായി പോരാടിയവരും പോൾ ചെറുക്കരോടിനെ പോലെയുള്ള ശക്തരായ ആൾക്കാരും. ക്രൈസ്തവ സഭ ചെയ്യേണ്ട ഒരു വിഷയം സുവിശേഷം പ്രസംഗിച്ച് ബഹുജനങ്ങളെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് അവിടെ സാമൂഹിക പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതിരിക്കുന്നത് വലിയ തരത്തിലുള്ള കുറ്റം തന്നെയാണ്. കാരണം സുവിശേഷത്തിന്റെ ക്രൈസ്തവികതയുടെ വിമോചന ദർശനം അതിൽ ആകർഷിക്കപ്പെട്ട് വിവിധ തുറയിലുള്ള ആളുകൾ സഭയ്ക്കകത്തേക്ക് വരുമ്പോൾ അവരുടെ സാമൂഹ്യ സുരക്ഷ, വീടിന്റെ പ്രശ്നങ്ങൾ, തൊഴില്, സംവരണം, അവരുടെ ഭൂമിയുടെ രാഷ്ട്രീയം അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ആ കാര്യത്തിൽ ശ്രീ ബാലസുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ നീണ്ട പതിറ്റാണ്ടുകളായി ക്രൈസ്തവ സഭ വലിയ തരത്തിലുള്ള നിസ്സംഗതയാണ് കാണിച്ചത്. ഇവിടെ ജോൺസൺ അച്ഛൻ പറഞ്ഞതുപോലെ അടിയന്തരമായി ചെയ്യേണ്ടത് ജനസംഖ്യ ചിട്ടപ്പെടുത്തുകയാണ്. ഈ ജസ്റ്റിസ് JB ക്ലൂസി കമ്മീഷൻ ഇതൊരു ദളിത് ക്രൈസ്തവരുടെ പ്രശ്നം പഠിക്കുന്ന ഒരു കമ്മീഷൻ അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ കമ്മീഷൻ ഏറ്റവും കുറഞ്ഞത് പറയേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇവിടെ പോപ്പുലേഷൻ, ന്യൂമറിക്കൽ സ്ട്രെങ്ത്, ഡെമോഗ്രാഫി, ഇവരുടെ ജനസംഖ്യ ചിട്ടപ്പെടുത്തുക. രണ്ട്, ഇവിടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മാത്രം ദളിത് ക്രൈസ്തവരുടെ പ്രാതിനിധ്യവും പങ്കാളിത്തമുള്ള ഒരു കമ്മീഷനെ പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. ക്രൈസ്തവ സഭ ഇതിൽ താല്പര്യമുണ്ടോ, അതിൽ ആശങ്കയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജനസംഖ്യ പുറത്തു വന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പക്ഷേ പ്രശ്നമായിരിക്കാം. കടുത്തുരുത്തി സീറ്റോ റാന്നി സീറ്റോ പീരുമേട് സീറ്റോ കുട്ടനാട് സീറ്റോ കൊടുക്കേണ്ടി വരുമെന്നൊരു ഭയം ചിലപ്പോൾ രാഷ്ട്രീയക്കാർക്ക് കാണും. സഭയ്ക്ക് ചിലപ്പോൾ അതിനകത്ത് അവർ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സഭയുടെ സ്ഥാപനങ്ങൾ ചിലപ്പോൾ ജോലി കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അസിസ്റ്റന്റ് ബിഷപ്പ് സ്ഥാനം പോലും കൊടുക്കേണ്ടി വരുമെന്നുള്ള പേടി സഭാ നേതൃത്വത്തിന് ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഊഹിച്ചു പറയുകയാണ്. അതുകൊണ്ട് സഭാ നേതൃത്വം ഗൗരവമായ വിഷയങ്ങൾ എടുക്കണം. ശ്രീ ബാലസുബ്രഹ്മണ്യം പറഞ്ഞ പോലെ ഇവരെ ചംചാസ്, അത് കാൻഷറാം അത് പറയുന്നുണ്ട്. ദളിത് ക്രൈസ്തവ വിവിധ ചട്ടുകങ്ങളെ കുറിച്ച് പറഞ്ഞു. ചട്ടുക യുഗം തന്നെയാണ് പുസ്തകത്തിന്റെ പേര്. വിവിധ ചട്ടുകങ്ങൾ, അതിൽ ദളിത് ക്രൈസ്തവരെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിക്കാതെ തങ്ങൾ സഹോദരങ്ങളാണ്, അതാണല്ലോ ദൈവശാസ്ത്രം. ആ ദൈവശാസ്ത്രം അവതരിപ്പിക്കുകയും പെരുമാറ്റങ്ങളിലും രീതികളിലും വിഭവങ്ങൾ പങ്കിടുകയും അധികാരം പങ്കിടുകയുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന കുറ്റകരമായ വിവേചനം സഭയ്ക്കകത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ചർച്ച ലീഡർഷിപ്പ് ശക്തമായ സാന്നിധ്യം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജോൺസൺ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ 2015 ബഡ്ജറ്റ് അവതരണത്തിൽ KM മാണി സാറാണ് പറഞ്ഞത് 20 ലക്ഷം പേരുണ്ടെന്ന്. പിന്നീട് ഹരീന്ദ്രൻ എംഎൽഎയുടെ ചോദ്യമായിട്ട് 20 ലക്ഷം പറയുന്നുണ്ട്. ഏകദേശം 35-40 ലക്ഷത്തോളം ഒക്കെയും വരുന്ന ഈ സമൂഹത്തിൽ അടിയന്തരമായി അവരുടെ ജനസംഖ്യ എടുക്കേണ്ടതാണ്. പക്ഷെ ഇവർ വിവിധ സഭകളിൽ ചോദ്യം ചോദിച്ചാൽ വിവിധ സഭകളിൽ അവരെ ചിതറിക്കിടക്കുന്നതിൽ അത് പ്രശ്നമില്ല. വിവിധ സഭകളിൽ നിലനിൽക്കുന്നവർ തന്നെ അവർ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ പ്രശ്നങ്ങളെ ഏകോപിപ്പിക്കാം. ഈ JB ക്ലൂസി കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരുടെയും ക്രൈസ്തവരുടെയും അങ്ങനെ ഒരു സോളിഡാരിറ്റി രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ ബ്രദർഹുഡും സോളിഡാരിറ്റിയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരണം.
സമൂഹത്തിൽ ഇത് സംവാദമായി ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ കൃത്യമായി വ്യക്തമാണ്. ഏറ്റവും അവസാനം റവറൻ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, ഈ മുന്നേറ്റത്തിൻ്റെ ഇനിയുള്ള ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഇനിയുള്ള മുന്നിലുള്ള വഴികൾ എന്തൊക്കെ സാധ്യതകളാണുള്ളത്? ഏതൊക്കെ തലത്തിലായിരിക്കാം ഈ ആവശ്യങ്ങളും ഈ ആശയങ്ങളും അങ്ങയുടെ മുന്നേറ്റം മുന്നോട്ട് വെക്കുക? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റയ്ക്കായിരുന്നു പലരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഒറ്റയ്ക്ക് മുന്നേറിയാൽ പറ്റുകയില്ല, കൂട്ടായിട്ട് തന്നെ പോകാൻ തക്കവണ്ണം തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എക്ലീസിയ യുണൈറ്റഡ് ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും അതുപോലെ പല സഭ ലേ ലീഡേഴ്സ് എല്ലാം അതിനകത്ത് ലീഡേഴ്സാണ്. നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ജെയ്സ് കോണ്ടനാട് അതിന്റെ കൺവീനർ, ജനറൽ കൺവീനറാണ്. നമ്മുടെ ബാലസുബ്രഹ്മണ്യൻ അതിന്റെ ഡയറക്ടറേറ്റ് ബോർഡ് അംഗവും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. മറ്റു പലരും ഇതിനകത്തുണ്ട് നേതൃത്വ നിരയിൽ. അങ്ങനെയുള്ള എല്ലാവരെയും കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ഡിമാൻഡായിട്ട്, അതൊരു ദളിത് വിവാഹത്തിന്റെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ഡിമാൻഡായിട്ട് ഇത് മാറ്റാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. 2 തലങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കും. ഒന്ന്, രാഷ്ട്രീയ തലങ്ങളിൽ വേണ്ടുന്ന ആളുകളെ എല്ലാം കണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരോട് ഇതിന്റെ ആവശ്യകത ഉണർത്തിച്ച് തീർച്ചയായിട്ടും ഇത് എത്രയും വേഗത്തിൽ നടപ്പിൽ വരുത്തേണ്ടുന്ന ഒരു കാര്യമാണെന്നുള്ളത് പൂർണ്ണ ബോധ്യം കൊടുക്കും. 2, നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ആ വിധത്തിൽ സംഘടിതമായി തന്നെയുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം സഭ ഉണർന്നിരിക്കുന്നു, സഭയ്ക്ക് ബോധം വന്നിരിക്കുന്നു. അതിന് ചെറിയ ഉദാഹരണം പറയട്ടെ. പാലാ രൂപതയില് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്നും ഞാൻ 1-2 പേരെ വിളിച്ച കാര്യങ്ങൾ എൻക്വയറി നടത്തിയിരുന്നു. അവിടെ സംവരണ സഭകളിൽ തന്നെ ദളിത് സമൂഹത്തിൽ നിന്ന് വന്നവർക്ക് കൊടുക്കുന്ന സംവരണ ആനുകൂല്യങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്തുകയും മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പൊ കോർപ്പറേറ്റ് മാനേജർ പുതിയ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ 2-3 വർഷം മുമ്പ് വന്നിട്ട് അങ്ങനെയുള്ള സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പൊ എല്ലാ ഡയസിസുകളിലും അത് സാധ്യമാക്കണം, എല്ലാ സഭകളിലും ആ വിധത്തിൽ അത് സാധ്യമാക്കണം. അതോടൊപ്പം തന്നെ സർക്കാർ ഇതര അർദ്ധ സർക്കാർ തലങ്ങളിലും ഈ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നിടം വരെയും ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ എക്ലീസിയ യുണൈറ്റഡ് ഫോറം അല്ലെങ്കിൽ EU ഫോറം നാം രൂപീകരിച്ചു കഴിഞ്ഞു. അതിന്റെ മുന്നേറ്റം നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. വ്യക്തമാണ്. കേരളത്തിലെ 25 ലക്ഷത്തിൽ അധികം വരുന്ന കേരളത്തിലെ ദളിത് ക്രൈസ്തവർ നേരിടുന്ന സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള ഈ വേർതിരിവ് അത് കാണാതിരിക്കാൻ കേരളത്തിന് സാധിക്കുകയില്ല. സഭാതലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും സഭാ നേതൃത്വത്തിൻ്റെയും ശക്തമായ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് വർഷങ്ങളായിട്ട് മുറിവേറ്റ് കിടക്കുന്ന ഈ സമൂഹത്തിന് നീതി ലഭിക്കുകയുള്ളൂ. ആ നീതിക്കൊപ്പം നിൽക്കാൻ എല്ലാ സമൂഹങ്ങളും, കേരളത്തിൻ്റെ പൊതുസമൂഹവും ഈ സമൂഹത്തിന് ഒപ്പം നിൽക്കണമെന്ന ആഹ്വാനം മാത്രമാണ് ഷെക്കേന ബിഗ് ഡിബേറ്റിനുള്ളത്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത റവറൻ ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, ശ്രീ ബാലസുബ്രഹ്മണ്യൻ, ശ്രീ ജെയ്സ് പാണ്ടനാടൻ, നന്ദി.